ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കുക. ഞാനിപ്പോൾ ഗുഡ് ഡേ ബിസ്ക്കറ്റും ഒറിയോ ബിസ്ക്കറ്റുമാണ് എടുത്തത്. അപ്പോൾ ഈ രണ്ട് ബിസ്ക്കറ്റും രണ്ട് സെക്ഷനായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗുഡ് ഡേ ബിസ്ക്കറ്റിലാണ് ബാറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗുഡ് ഡേ ബിസ്ക്കറ്റ് നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കുക. ഇതിലേക്ക് പഞ്ചസാര, നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര പൊടി ചേർത്ത് കൊടുത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? 2-3 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് വളരെ കുറച്ച് ഒരു പിഞ്ച് ഓഫ് മതി, വളരെ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1 അല്ലെങ്കിൽ 2 ഡ്രോപ്സ് വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് മാവാണ്. അപ്പോൾ ഗോതമ്പ് മാവിന് പകരം മൈദ മാവാണെങ്കിൽ യൂസ് ചെയ്യാം. ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഗോതമ്പ് മാവാണ് എടുത്തത്. സോ അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആയ ശേഷം മാത്രം ഇളം ചൂടുള്ള ചെറിയ ചൂടുള്ള പാല്, തിളപ്പിച്ചാറ്റിയ പാല് ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനൊക്കെ ശേഷം നമുക്ക് ഒറിയോ ബിസ്ക്കറ്റിലേക്ക് പൊടിച്ച ഒറിയോ ബിസ്ക്കറ്റിലേക്ക് കുറച്ച് പാൽപ്പൊടി, 1 ടീസ്പൂൺ പാൽപ്പൊടിയും നമ്മുടെ തിളപ്പിച്ചാറ്റിയ പാലും 1-2 തുള്ളി വെനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് ഒരു ക്രീമാക്കി എടുക്കുക. ഉറപ്പ് തന്നെയാണ്, അടിപൊളി ക്രീമായിട്ട് വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ എന്നിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ആ ബാറ്ററിലേക്ക് 1-2 ഡ്രോപ്സ് വെനില എസൻസും 1 ടീസ്പൂൺ നമ്മുടെ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ രണ്ട് പ്രിപ്പറേഷൻസും റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് മഞ്ചാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മുടെ മഞ്ചുണ്ടല്ലോ, 10 രൂപയുടെ മഞ്ച് എടുക്കുക. അതൊരു ബ്ലെൻഡറിലേക്ക് ഇടുക. കുറച്ച് പാലും കൂടെ ഒഴിച്ച് നല്ലൊരു ഇതുപോലെ പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കുക. എന്നിട്ട് 2 ബാറ്ററിലും 1 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ട്രസ്റ്റ് മീ, വളരെ ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് പറയുന്നത്, നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഈ മഞ്ചൊക്കെ പൊടിച്ച് ചേർക്കാൻ പറയുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുമായിരിക്കും, അയ്യോ ഇതൊരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കില്ലേ, ഒരു വല്ലാത്ത ഓഫ് ടേസ്റ്റ് ആയിരിക്കില്ലേ എന്ന്. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ കുഞ്ഞൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് ചുറ്റും ഗീയോ ബട്ടറോ എന്തെങ്കിലും തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ബബിൾസൊക്കെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതുപോലെ ആവിയിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 30 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. കണ്ടോ, ഇപ്പോൾ ഇത് ഞാൻ മൂടി വെച്ചല്ല വേവിച്ചത്. അതുകൊണ്ടാണ് കേക്കിൻ്റെ മുകൾ ഭാഗം ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരുന്നത്. അത് കുഴപ്പമില്ല, എന്നാലും വളരെയധികം ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. കണ്ടോ, ഞാൻ എടുത്തപ്പോൾ തന്നെ എന്ത് സോഫ്റ്റ് എന്ന് നോക്കിയാൽ നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ടോപ്പ് ലെയർ ചെയ്ത് കൊടുക്കാം. ടോപ്പ് ലെയർ മഞ്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതും ഒറിയോ ബിസ്ക്കറ്റും പാലും പിന്നെ പാൽപ്പൊടിയും വെനില എസൻസും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതാണ്. സോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ക്രീം രൂപത്തിലാക്കിയിട്ട് ഇതുപോലെ ടോപ്പ് ലെയർ വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. കറക്റ്റ് ഫോമിൽ കിട്ടും. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ കറക്റ്റായിട്ടാണ് വെച്ചത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പിക്ക് ഫ്രിഡ്ജിൽ വെച്ച ശേഷമുള്ളതാണ്. കണ്ടോ, ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ സെറ്റായിട്ട് ഈ ഒരു കളറിലിരിക്കും. എന്നുവെച്ചാൽ ചോക്ലേറ്റൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് ഇതുപോലെ ഇരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓളൊന്നും കൂടെ കൊടുക്കുക.